എന്നിട്ടൊരു ബീറ്റർ വെച്ചിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നല്ല ഫ്ലഫിയായി വരുന്നത് വരെ ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം ലോ ഫ്ലെയിമിലിട്ടിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങുക. പിന്നെ അങ്ങനെ ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒപ്പം ഇടണ്ട, എല്ലാം കൂടി ഒപ്പം ചേർത്ത് കൊടുക്കണ്ട. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുക. പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 3/4 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. പൊടിച്ച പഞ്ചസാര ആകുമ്പോൾ 1 കപ്പ് എടുക്കുക. നല്ലത് പൊടിച്ചിട്ട് ചേർക്കുക കേട്ടോ. കാരണം അല്ലെങ്കിൽ കേക്ക് പൊങ്ങി വരില്ല. പഞ്ചസാര മുട്ടയിട്ട് അലിഞ്ഞിട്ടില്ലെങ്കിൽ, അലിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അത് ശ്രദ്ധിച്ചാൽ മതി. അടിഭാഗത്ത് പഞ്ചസാര അലിയാതെ കിടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നല്ലത് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എഗ്ഗ് നന്നായി ക്രീമിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു 1/2 കപ്പ് തൈരാട്ട് എടുത്തിട്ടുള്ളത്. തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ആവശ്യത്തിന് കളർ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര കളറാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ടീസ്പൂണാണ് ആദ്യം ചേർത്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് നന്നായി ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യണില്ല. ബീറ്റ് ചെയ്താൽ ചിലപ്പോൾ പൊങ്ങി വന്നിട്ടുള്ള മുട്ടയൊക്കെ താഴ്ന്നു പോകും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, അതിലൊന്ന് മിക്സ് ആവാൻ വേണ്ടി കണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ തേനാണ്. തേൻ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കേക്ക് ഒട്ടും മുട്ടയുടെ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. മുട്ടയുടെ സ്മെല്ലൊന്നും കിട്ടില്ല. അധികം പേർക്കും കേക്കിൽ മുട്ടയുടെ സ്മെല്ലാന്നുള്ളൊരിതുണ്ട്. അപ്പോൾ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കൊണ്ടു. എന്നിട്ട് ഞാൻ പിന്നെ നമ്മുടെ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ എനിക്കിതിലേക്ക് മിക്സ് ചെയ്തപ്പോൾ കളർ കുറവാ തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് തരിച്ച് വെച്ചിട്ടുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. 2 ടീസ്പൂണോ 3 ടീസ്പൂണോ വീതം ഇട്ട് കൊടുക്കുക. എന്നിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക. സ്ലോ ആയിട്ട് ഇളക്കി കൊടുക്കുക. പൊങ്ങി വന്നിട്ടുള്ള മുട്ട താഴ്ന്നു പോകാതെ ശ്രദ്ധിക്കണം. അങ്ങനെ വേണം നമ്മൾ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് സ്ലോ ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സോസ് പാനിലാണ്
ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് ഒഴിച്ചെടുക്കാം. എന്നിട്ട് അത് എല്ലാ ഭാഗത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ബാറ്റർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ സ്റ്റൗവിൻ്റെ മുകളിൽ ഇങ്ങനൊരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ സോസ് പാന് വെച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ കേക്കിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും. നേരിട്ട് കൊടുക്കരുത്, ഇങ്ങനെ ചെയ്യുക. അപ്പോൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ബേക്കായൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ഒരു 30 മിനിറ്റ് സമയം വന്നിക്കണം കേട്ടോ ബേക്കായി വരാൻ. ഞാനിവിടെ ലോ ഫ്ലെയിമിൽ 30 മിനിറ്റോളം എനിക്ക് ടൈം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ക്രീം ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ 2 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ടതൊരു ബീറ്റർ ഉപയോഗിച്ചിട്ട് ലോ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിലേക്ക് പോയാൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ അവനവന് ആവശ്യമുണ്ടെങ്കിൽ ചേർത്തെടുത്താൽ മതി. മധുരം കൂടുതലും കുറവൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്രീം ഇവിടെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇങ്ങനെ ആയി വന്നു കഴിഞ്ഞാൽ പിന്നെ ബീറ്റ് ചെയ്യരുത്. ഓവർ ബീറ്റ് ആയാൽ പിന്നെ കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇങ്ങനെ നമ്മുടെ ബീറ്ററിൽ നിന്നും കിട്ടാതെ വരുമ്പോൾ അതാണ് ഇതിൻ്റെ ഒരു കണക്ക്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ ഡെക്കറേഷന് ആവശ്യമായിട്ടാണിത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതൊന്ന് ഈ കട്ട് ചെയ്ത് വെച്ചത് ഒരു പാനിൽ വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ആ ചൂടാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ പൊടിക്കുമ്പോൾ ശരിയാവില്ല, മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ശരിയാവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. കരിഞ്ഞ് പോകുന്നത് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ 2 ലെയറായിട്ടാണ് നമ്മുടെ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് പൊടിച്ച പഞ്ചസാരയിലേക്ക് ഐസ് വാട്ടർ ചേർത്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് ഇത് എല്ലാ ഭാഗത്തും ആക്കിയെടുക്കുക. നമ്മുടെ കേക്ക് സോഫ്റ്റ് ആവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ക്രീമിൽ 2 ടീസ്പൂൺ ക്രീം ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് കട്ട് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഇത് ഇട്ട് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാനിത് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്തെടുക്കുന്നത്
ചെറിയാണ്. ചെറീസ് ചെറുതായി കട്ട് ചെയ്തതും ചേർത്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് അടുത്ത ലെയർ വെച്ചെടുക്കുക. എന്നിട്ട് ഷുഗർ സിറപ്പ് ഒന്ന് ആകെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവസാനത്തെ ലെയറാട്ടത്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ക്രീം ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ സൈഡിലൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ടും കവർ ചെയ്യാനുള്ള ക്രീം ആദ്യം തന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് സ്പാച്ചുല കൊണ്ടൊന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് എന്നുള്ളതിലൊന്ന് എടുത്താൽ മതി. അപ്പോൾ ആ ക്രീമൊക്കെ താഴ്ഭാഗത്തേക്കും ഇറങ്ങി വരും. അങ്ങനെ ക്രീം മുഴുവനായിട്ട് കവർ ചെയ്തെടുക്കുക. ക്രീമൊക്കെ അത്യാവശ്യം കട്ടി തന്നെ ചെയ്തെടുക്കുക. എന്നാലുള്ളൂ കഴിക്കാനൊരു ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷായി എടുക്കുക. അപ്പോൾ ക്രീം മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള കേക്കിൻ്റെ പൊടികൾ ഒരു അരിപ്പയിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അരിപ്പയിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴാട്ടോ അതൊരു പെർഫെക്റ്റായിട്ട് തോന്നുന്നത്. നമ്മൾ കൈകൊണ്ട് ചെയ്താൽ എങ്ങനെയായാലും അത് ശരിയായി കിട്ടില്ല. അപ്പോൾ അരിപ്പയിൽ വെച്ചിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് എല്ലാ ഭാഗത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങനെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുത്താൽ അത് പൊടിഞ്ഞ് വരില്ല. എനിക്കുണ്ടായ അനുഭവമാണത്. അതാകെ ഇങ്ങോട്ട് പൊടിഞ്ഞാലും അരിപ്പിയിലിട്ടൊന്നും ധരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു വിധത്തിലാണത് പൊടിഞ്ഞ് വരിക. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പൊടിഞ്ഞ് വരും. ഒരുപാട് പേര് അങ്ങനെ സങ്കടപ്പെട്ടിരിക്കണവരുണ്ടാവും. കാരണം ശരിയാവായിട്ട് ആദ്യം ഇങ്ങനെ പൊടിഞ്ഞ് കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു വിധത്തിലാണ് അത് വന്നത്. അപ്പോൾ ഞാനൊരു പാനിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് വീണ്ടും മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടാത്തവരൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും ശരിയാവും. ഇങ്ങനെ ചെയ്താൽ പാനിൽ വെച്ചിട്ട് കരിയാതെ ഒന്ന് നോക്കി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ചൂടാറാനൊന്ന് വെച്ചിട്ട് നമ്മുടെ മിക്സിയിൽ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ ഉഷാറായി കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് അങ്ങനെ ചെയ്ത് നോക്കുക. ഇവിടെ ഫുള്ളായിട്ട് ആ പൊടി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. സൈഡൊക്കെ കണ്ടോ, എല്ലാ ഭാഗത്തും ഒരേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കും. നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. ഡെക്കറേഷനൊക്കെ നിങ്ങളിഷ്ടം കേട്ടോ, എങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു ലീഫിൻ്റെ നോസിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതുകൊണ്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
പിന്നെ ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ 3 ഫ്ലവറും വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡെക്കറേഷനൊക്കെ നിങ്ങളിഷ്ടം, എങ്ങനെയും ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണിത്. റെഡ് വെൽവെറ്റ് കേക്ക് ഒരു വേറൊരു ടേസ്റ്റാട്ടോ ഇതിന്. മറ്റു കേക്കുകളിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റായിട്ട് തന്നെയാണ് ടേസ്റ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.